അയ്യപ്പ ഭക്തർക്ക് ദർശന പുണ്യമായി ശബരിമലയിൽ തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടന്നു. 41 ദിവസം നീണ്ട മണ്ഡലകാലം നാളെ നടക്കുന്ന മണ്ഡലപൂജയോടെ അവസാനിക്കും. തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പന് മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി സമർപ്പിച്ചിട്ടുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര 6:30 സന്നിധാനത്തേക്ക്. വാദ്യമേളങ്ങളും കർപ്പൂരാഴിയും അകമ്പടിയേകി. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം 6:45 നട തുറന്നു. 10,000 ദീപാരാധന തൊഴുതു. ക്യൂവിൽ കാത്തുനിന്ന തീർത്ഥാടകരെ 7 മണി മുതൽ പടികയറ്റി തുടങ്ങി. തീർത്ഥാടകർക്ക് ഉച്ചയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ദീപാരാധനയ്ക്ക് ശേഷം നീക്കി. ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ് സന്നിധാനത്തെ തിരക്കെന്ന് ADGP MR അജിത് കുമാർ. വളരെയധികം ആൾക്കാർ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഇൻസ്പൈറ്റ് ഓഫ് നമ്മുടെ ബെസ്റ്റ് എഫേർട്സ് നിങ്ങൾ കാണുന്നതാണ് വേണ്ട മതി. ഇത്ര കയറ്റിയിട്ട് പോലും ഇപ്പോഴും ക്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് അപ്പാച്ചിമേട് വരെയാണ്. അതേസമയം കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് ഇത്തവണ വരുമാനത്തിലും കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം 222 കോടി 98,70,250. വ്യത്യാസം 18 കോടി 67,93,546. തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനത്തിനായി പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രനട തുറക്കും. രാവിലെ 10:30-നും 11:30-നും ഇടയിലാണ് ഇത്തവണത്തെ മണ്ഡലപൂജ നടക്കുക. ഹരിവരാസനം പാടി രാത്രി 10 മണിക്ക് നടയടയ്ക്കുന്നതോടെ വീണ്ടും ഒരു മണ്ഡലകാലത്തിന് പരിസമാപ്തി. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. സന്നിധാനത്ത് ഇപ്പോഴും വലിയ ഭക്തജന തിരക്കാണ്. അപ്പാച്ചിമേട് വരെ ക്യൂ നീണ്ടു. ഒരു ഘട്ടത്തിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഭക്തർക്ക് ദർശനം സാധ്യമാകുന്നത്. രാഹുൽ സുരേഷ് പുതിയ വിവരങ്ങൾ നൽകും സന്നിധാനത്ത് നിന്ന്. രാഹുൽ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മണ്ഡലപൂജയ്ക്ക് ഒരു ദിവസം കഷ്ടിച്ചു മാത്രമേ ബാക്കിയുള്ളൂവല്ലോ. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനം ഇപ്പോഴും തുടരുകയാണ്. 6:40-നാണ് ദീപാരാധനയ്ക്ക് ശേഷം നട തുറന്നത്. 6:50 മുതൽ മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്ന ആളുകളെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് സന്നിധാനത്തെ ഫ്ലൈ ഓവർ നിറഞ്ഞു കവിഞ്ഞ ആളുകൾ നിൽക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 11 മണി മുതൽ കടുത്ത നിയന്ത്രണങ്ങളായിരുന്നു ദേവസ്വവും പോലീസും ഏർപ്പെടുത്തിയിരുന്നത്. തങ്കയങ്കി ഘോഷയാത്ര കടന്നു വരുന്നതിന്റെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മണിക്കൂറുകളാണ് ഈ തീർത്ഥാടകർ ക്യൂ നിൽക്കേണ്ടി വന്നത്. 11 മണി മുതൽ നിലയ്ക്കലിൽ നിന്നും 1 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ആളുകളെ കടത്തിവിട്ടിരുന്നില്ല. അതിനു മുമ്പ് മല കയറിയ ആളുകളാണ് ഇപ്പോൾ ദർശനം നടത്തി മടങ്ങുന്നത്. 10 മുതൽ 15 മണിക്കൂർ വരെ ക്യൂ നിന്ന ശേഷമാണ് ഇപ്പോൾ ആളുകൾ ദർശനം നടത്തുന്നത്. സന്നിധാനം മുതൽ അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരുടെ നീണ്ട നിര ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ഇന്ന് രാത്രി 11 മണിക്കാണ് 10:50-ന് ഹരിവരാസനം ചൊല്ലി 11 മണിക്കാണ് നട അടയ്ക്കുന്നത്. നാളെ രാവിലെ 3 മണിക്ക് വീണ്ടും നട തുറക്കും. നാളെ 3 മണി മുതൽ രാവിലെ വരെ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനത്തിന് അവസരമുണ്ട്. നെയ്യഭിഷേകം തുടങ്ങുന്ന സമയത്ത് തങ്കയങ്കി മാറ്റും. നെയ്യഭിഷേകം നടക്കുന്ന സമയത്ത് ഈ തങ്കയങ്കി ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചത്. 10:30-നും 11:30-നും ഇടയിലാണ് ഈ വർഷത്തെ മണ്ഡലപൂജ നടക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും. പിന്നീട് പതിവ് പോലെ 3 മണിക്കാണ് വീണ്ടും നട തുറക്കുന്നത്. രാത്രി 10 മണിക്ക് ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി വീണ്ടും ഒരു മണ്ഡലകാലത്തിന് അവസാനം കുറിക്കും. നാളെ 70,000-ഓളം ആളുകളാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ന് നിലവിൽ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് പുറമെ നാളെ 70,000 പേർ കൂടി എത്തുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അതിന് സമാനമായ ഒരു തിരക്ക് നാളെയും സന്നിധാനത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ പോലീസ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ്.